ഒക്ടോബർ 5 നടക്കുന്ന ഹരിയാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ മാസ്റ്റർ സ്ട്രൈക്ക്. അത്രത്തോളം പ്രഹരശേഷിയുള്ള നീക്കം. തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ കഴിയുന്നത് ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പൂനിയയും കോൺഗ്രസ് അംഗത്വമെടുത്തതും സ്ഥാനാർത്ഥികളാവുന്നതുമാണോ ഇത്ര വലിയ നീക്കമെന്ന സംശയം ഉയരാം. കേവലം 2 കായിക താരങ്ങൾ കോൺഗ്രസിലേക്ക് വരുന്നു എന്നതല്ല, ഇതിൻ്റെ രാഷ്ട്രീയം അതിനപ്പുറമാണ്. ഹരിയാന രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന 4 പ്രധാന ഘടകങ്ങൾ ഇതിലുണ്ട്. 1. അധികാര ധാർഷ്ട്യത്തിനെതിരെ തെരുവിലടക്കം വീറോട സമരം നയിച്ച പോരാളികളാണ് ഇരുവരും. 2. കായിക ഇനം എന്നതിനപ്പുറം ഗുസ്തിയെ അഭിമാന വൈകാരികതയെ കാണുന്ന ഹരിയാനയിൽ നിന്നുള്ളവരാണ് ഇരുവരും. 3. ഹരിയാന ജനസംഖ്യയിലെ 27% വരുന്ന ജാട്ട് വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇരു കായിക താരങ്ങളും. 4. സമീപകാല ഇന്ത്യൻ ചരിത്രത്തെ തന്നെ പിടിച്ചുലച്ച കർഷക സമരത്തിന് ഒപ്പം നിന്നവരും സമരം ചെയ്യുന്ന കർഷകരുടെ വലിയ പിന്തുണയുള്ളവരുമാണ് ഇരുവരും. ഹരിയാനയിൽ കോൺഗ്രസ് നടത്തുന്ന മാസ്റ്റർ സ്ട്രൈക്കാണ് ഇരുവരുടെയും രാഷ്ട്രീയ പ്രവേശനം എന്ന് പറയാനുള്ള 4 പ്രധാന കാരണങ്ങൾ ഇവയാണ്. ജാട്ട് വിഭാഗത്തിൻ്റെ, കർഷകരുടെ, ഗുസ്തിപ്രേമികളുടെ പിന്തുണയുള്ള പോരാളികൾ എന്ന മേൽവിലാസം ഹരിയാന രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തമാണ്. കായിക താരങ്ങൾക്കപ്പുറം പോരാളികളാണെന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പൂനിയയും അടിമുടി പോരാളികളായവർ. ഗോദയിലും നിലപാടിലും വിട്ടുവീഴ്ചയില്ലാത്ത കരുത്തർ. അധികാര ഹുങ്കിനോട്, വ്യവസ്ഥിതിയോട്, ആണഹങ്കാരത്തോട് തെരുവിനെ ഗോദയാക്കി പൊരുതിയവർ. ഒടുവിൽ രാജ്യത്തിനു വേണ്ടി നേടിയ മെഡലുകൾ ഗംഗയിൽ വലിച്ചെറിയുമെന്ന് പോലും പ്രഖ്യാപിക്കേണ്ടി വന്നവർ. പൊരുതിയാണ് ജീവിതത്തിലും ഗോദയിലും ഓരോ ചുവടും വച്ചത്. റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്ന BJP നേതാവ് ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെ പോലെ രാഷ്ട്രീയ ശക്തിയും അധികാരവുമുള്ള ഒരാളോടും അയാളെ പിന്തുണയ്ക്കുന്ന അധികാര സംവിധാനങ്ങളോടും പോരാടി നിൽക്കുക എന്നത് അത്ര എളുപ്പമല്ല. പക്ഷേ അവർ പിന്തിരിഞ്ഞില്ല, വീറോടെ പോരാടി, അതും തെരുവിൽ വരെ. ഒളിമ്പിക്സ് മെഡൽ ജേതാവായ ബജ്രംഗ് പൂനിയയും ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തി താരമായിട്ടും 100 ഗ്രാം അധിക ഭാരത്തിൻ്റെ പേരിൽ അയോഗ്യയാക്കപ്പെട്ട വിനേഷ് ഫോഗട്ടും കോൺഗ്രസിൽ ചേരുന്നതും മത്സരിക്കുന്നതും തള്ളിക്കളയാനാവാത്ത നീക്കമായി മാറുന്നത് ഇതുകൊണ്ടാണ്. ഒളിമ്പിക്സ് മെഡൽ നേടിയ കായിക താരങ്ങൾക്ക് ലഭിച്ചതിനേക്കാൾ ആവേശോജ്വല വൈകാരിക സ്വീകരണമാണ് അയോഗ്യയാക്കപ്പെട്ട് മെഡൽ നഷ്ടപ്പെട്ട് മടങ്ങിയെത്തിയ വിനേഷ് ഫോഗട്ടിന് ലഭിച്ചത്. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തവരിൽ ഇന്ത്യൻ ജനതയുടെ വൈകാരിക പിന്തുണ ഏറ്റവും അധികം നേടിയ താരമെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേയുള്ളൂ, അത് വിനേഷ് ഫോഗട്ടാണ്. കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരം പോരാടിയ വിനേഷ് സ്വർണ്ണ മെഡലിനരികെ ചതിക്കപ്പെട്ട് പുറത്തായതാണെന്ന തോന്നൽ അത്രമേൽ ശക്തമായിരുന്നുവെന്ന് തെളിയിക്കുന്നതായിരുന്നു അവർക്ക് ലഭിച്ച ഈ സ്വീകരണം. പോരാളികൾ മാത്രമല്ല, ഗുസ്തി താരങ്ങൾ കൂടിയാണെന്നതാണ് ഇരുവരെയും ഹരിയാനയിൽ കൂടുതൽ സ്വാധീനമുള്ളവരാക്കി തീർക്കുന്ന മറ്റൊരു പ്രധാന ഘടകം. ഹരിയാനക്കാർ പരമ്പരാഗതമായി തന്നെ ഗുസ്തി പ്രേമികളും ഗുസ്തി താരങ്ങളുടെ ആരാധകരുമാണ്. ഹരിയാനയുടെ, പ്രത്യേകിച്ച് ജനസംഖ്യയിൽ ഭൂരിപക്ഷം വരുന്ന ഗ്രാമീണരുടെയും കർഷകരുടെയും അഭിമാന വൈകാരികതയാണ് ഗുസ്തിയും ഗുസ്തി താരങ്ങളും. ഹരിയാനയിൽ നിന്നുള്ള ഗുസ്തി താരങ്ങൾ മെഡൽ നേടുമ്പോൾ നാട് ഒന്നാകെയാണ് ആഘോഷങ്ങളിലേക്ക് മുഴുകുന്നത്. അത്രമേൽ ഹരിയാനയിലെ കാർഷിക ജീവിതവുമായി ഇടചേർന്നു കിടക്കുന്നതാണ് ഗുസ്തിയും ഗുസ്തി താരങ്ങളും. വികസനം ഇന്നും ഗാലറിക്ക് പുറത്തു നിൽക്കുന്ന സോനേപത് പോലെയുള്ള ഗുസ്തി ഗ്രാമത്തിൽ നിന്നു മാത്രം 2 ഡസനിലധികം അന്താരാഷ്ട്ര മെഡൽ ജേതാക്കളുണ്ട്. സോനേപത് പോലെ പല ഗ്രാമങ്ങളുടെയും വികാരവും അഭിമാനവും ഗുസ്തി മാത്രമാണ്. ഗോദയിൽ എതിരാളികളെ മലർത്തിയടിച്ച ധീരയോദ്ധാക്കളുടെ വീരകഥകൾ ഓരോ ഗ്രാമത്തിനും പറയാനുണ്ടാവും. തലമുറകൾ കൈമാറി വന്ന ഗോദയെ ത്രസിപ്പിച്ച ഗുസ്തി യോദ്ധാക്കളുടെ പിന്തുടർച്ചക്കാരിൽ ഇന്ന് പലരും അഖില ലോക ഗോദകളിൽ വിദേശ വീരന്മാരെ മലർത്തിയടിച്ച് രാജ്യത്തിൻ്റെ അഭിമാനമായി മാറിയ നേതാക്കളാണ്. അടിമുടി ആൺകോയ്മ നടമാടുന്ന നാടാണെങ്കിലും ഗോദയിലേക്ക് പെൺകുട്ടികളെ കൈപിടിച്ച് കയറ്റുന്നതിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയ നാടുകൂടിയാണ് ഹരിയാന. വിനേഷ് ഫോഗട്ട്, ബജ്രംഗ് പൂനിയ, സാക്ഷി മാലിക്, സുശീൽ കുമാർ, ബബിത കുമാരി, രവികുമാർ ദഹിയ, വിജേന്ദർ സിംഗ്, യോഗേശ്വർ ദത്ത് തുടങ്ങി ലോകവേദികളിൽ ഇന്ത്യൻ അഭിമാനമുയർത്തിയ ഹരിയാനയിൽ നിന്നുള്ള ഗുസ്തി താരങ്ങളുടെ നിരയിൽ ചേർക്കാൻ ഇനിയും എത്രയധികം പേരുകളെങ്കിലുമുണ്ട്.
കർഷകർ വിധി നിശ്ചയിക്കുന്ന ഹരിയാനയിൽ കർഷകരുടെ പിന്തുണയുള്ള താരങ്ങളായ പോരാളികളെന്നതും പൂനിയയ്ക്കും വിനേഷിനും അധിക നേട്ടമാകുന്ന മറ്റൊരു ഘടകമാണ്. കുട്ടിക്കളികളടക്കം ഉപേക്ഷിച്ച് ചെറുബാല്യത്തിൽ തന്നെ സൂര്യനുദിക്കും മുമ്പേ ഗോദയിൽ തുടങ്ങുന്ന നിരന്തര പരിശീലനത്തിലൂടെയാണ് ഓരോ ഗുസ്തി താരവും വളരുന്നത്. കുട്ടികളികൾ പോയിട്ട് ഇഷ്ടഭക്ഷണം പോലും ഉപേക്ഷിച്ചാണ് അവർ ഗുസ്തിക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുന്നത്. ജീവിതം നൽകിയാണ് ഇവർ രാജ്യത്തിന് വേണ്ടി മെഡൽ ഉയർത്തുന്നത്. ആ മെഡലുകൾ പ്രതിഷേധിച്ച് ഗംഗാ നദിയിലെറിയാനൊരുങ്ങിയപ്പോൾ ഗുസ്തി താരങ്ങളെ തടഞ്ഞത് കർഷക സമര നേതാക്കളാണ്. അവരുടെ സ്നേഹശാസനയ്ക്ക് വഴങ്ങിയാണ് ഗുസ്തി താരങ്ങൾ ജീവിതത്തിലെ ഏറ്റവും കടുത്ത തീരുമാനം കണ്ണീരോടെ ഉപേക്ഷിച്ചത്. കർഷകരും ഗുസ്തി താരങ്ങളും തമ്മിലുള്ള വൈകാരിക അടുപ്പം അതാണ്. കർഷക സമരങ്ങൾക്ക് പിന്തുണയുമായി എത്തുന്നവരാണ് ഹരിയാനയിൽ നിന്നുള്ള ഈ രണ്ട് ഗുസ്തി താരങ്ങളും. അതുപോലെ വോട്ടു രാഷ്ട്രീയത്തിൽ നിർണായകമാണ് ഇരുവരും ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ളവരാണ് എന്നതും. ഹരിയാന രാഷ്ട്രീയത്തെ എക്കാലവും നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ ജാതി വിഭാഗം ജനസംഖ്യയുടെ 27% വരുന്ന ജാട്ടുകളാണ്. 2 ജാട്ട് കുടുംബങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ കാലം ഹരിയാന രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്നത്. ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി വരെയായ എക്കാലത്തെയും ഏറ്റവും വലിയ ജാട്ടു നേതാവ് ചൗധരി ദേവിലാലിൻ്റെ കുടുംബവും കേന്ദ്ര പ്രതിരോധ മന്ത്രിയും ഹരിയാന മുഖ്യമന്ത്രിയും ആധുനിക ഹരിയാനയുടെ ശില്പിയുമായ ചൗധരി ബെൻസിലാലിൻ്റെ കുടുംബവും. ഹരിയാന മുഖ്യമന്ത്രിമാരുടെ ഭരണകാലമെടുത്താലും പകുതിയിൽ കൂടുതൽ കാലവും ജാട്ടു നേതാക്കളാണ് മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുള്ളത്. കർഷക സമരത്തിന് മുന്നിൽ നിൽക്കുന്നതും ഇതേ ജാട്ട് വിഭാഗമാണ്. ഇതെല്ലാം കൂടി ചേരുന്നത് കൊണ്ടാണ് ബജ്രംഗ് പൂനിയയുടെയും വിനേഷ് ഫോഗട്ടിൻ്റെയും കോൺഗ്രസ് പ്രവേശനവും സ്ഥാനാർത്ഥിത്വവും ഹരിയാന തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുന്നതും കോൺഗ്രസിൻ്റെ മാസ്റ്റർ സ്ട്രൈക്കാവുന്നതും.